ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുത്തിയതിന്റെ മഷിമായി മുൻപ് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനി 100 നാൾ അത് തികയും മുമ്പ് നമ്മളെ നയിക്കേണ്ടവരെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമൊരുങ്ങുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന വിഷയങ്ങളേറെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, വന്യജീവി ആക്രമണം, തെരുവ് നായ ശല്യം തുടങ്ങി സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് വിഷയങ്ങളേറെയുണ്ട്. ക്ഷേമ പെൻഷൻ വർധനയും അടിസ്ഥാന വികസനവും കിഫ്ബി വഴിയുള്ള വികസനവും ഒക്കെ ഭരണ നേട്ടമായി സർക്കാർ തിരിച്ചടിക്കും. ഇരു മുന്നണികൾക്കുമെതിരെ പതിവ് തന്ത്രങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും തദ്ദേശത്തിലെ കണക്കുകളിൽ മനക്കോട്ട കെട്ടുന്നുണ്ട് BJP. ഓരോ സീറ്റിലും ഏറ്റവും പ്രാപ്തരായ സ്ഥാനാർത്ഥികളെ തേടുകയാണ് പാർട്ടികൾ. അതിൽ പുതുമുഖമെന്നോ പഴയ മുഖമെന്നോ വ്യത്യാസമില്ല. ജയസാധ്യത മാത്രമാകും മുന്നണികൾക്ക് മുന്നിലുള്ള മാനദണ്ഡം. രാജ്യത്തെ ഏക സംസ്ഥാനത്തിലും ഭരണം നഷ്ടമാകാതിരിക്കാൻ കിടഞ്ഞു ശ്രമിക്കും CPIM. പാർട്ടിയുടെ ദേശീയ തലത്തിലെ നിലനിൽപ്പിന് ഏറെ അനിവാര്യമാണത്. കോൺഗ്രസ് ആകട്ടെ 3 സംസ്ഥാനങ്ങളിൽ മാത്രം ചുരുങ്ങിയതിൽ നിന്ന് എണ്ണം 4ലേക്ക് ഉയർത്തണം. 10 കൊല്ലത്ത് പ്രതിപക്ഷത്തിരുന്നതുകൊണ്ട് ഇനിയും അവിടെ ഇരിക്കാതിരിക്കാൻ എന്തടവും പയറ്റും കോൺഗ്രസ്? കളമൊരുങ്ങിയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ A. സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജോർജ് പുടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, വളരെ വേഗം നിങ്ങൾ തീരുമാനങ്ങളിലേക്ക് കടക്കും എന്നാണല്ലോ പ്രഖ്യാപനം. ഇപ്പോൾ ബത്തേരിയിലെ സമ്മിറ്റിന് ശേഷം നേതാക്കൾ ഒരുമിച്ച് ഐക്യത്തോടെ നടത്തിയ പ്രതികരണങ്ങളൊക്കെ കണ്ടു. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പ്രകടന പത്രികയുടെ പ്രഖ്യാപനം, സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ ജനുവരിയിൽ തന്നെ ആദ്യം ഒരു ഘട്ടം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, ഫെബ്രുവരി ആകുമ്പോഴേക്കും മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നു. ഇതാണോ നിങ്ങളുടെ ആലോചന? പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയാകാൻ പറ്റാതിരിക്കുന്നവർ, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നിന്ന് അത് ലഭിക്കാതിരിക്കുന്നവർ എതിർശബ്ദം പരസ്യമായി ഉന്നയിക്കുന്നതാണ് പതിവ് കാഴ്ച. ഇത്തവണ അത് ഉണ്ടാകില്ല എന്നുറപ്പുണ്ടോ ശ്രീ അനിൽ ബോസ്? വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വലിയ ഒരുക്കങ്ങൾ നടത്തി. അത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യമാണെങ്കിലും, ഓരോ വാർഡിലെയും ബൂത്തിലെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും, കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഞങ്ങളതെല്ലാം വളരെ കൃത്യമായി ചെയ്യുകയും അതാത് പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട്, സാധാരണ കോൺഗ്രസിൽ ഉൾപാർട്ടി ജനാധിപത്യം എന്ന പേരിൽ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ആ തർക്കങ്ങളൊന്നും വരാതെ 97% കാര്യങ്ങളിലും ഞങ്ങൾക്ക് പുതിയൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഇപ്പോഴും ഈ ക്യാമ്പിന് ശേഷം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള എടുത്തിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. സമരങ്ങൾ, മീറ്റിംഗുകൾ, പ്രചാരണ പരിപാടികൾ, SIRുമായി ബന്ധപ്പെട്ട വർക്ക്, അങ്ങനെ അതിന്റെ എല്ലാം വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാരണം ജനങ്ങളുടെ മനസ്സിനൊപ്പം നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളുടെ മനസ്സിനൊപ്പം നിൽക്കണം. ആ ജനങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ വിജയിച്ചു. മുന്നോട്ട് കൂടുതൽ എവിടെയെങ്കിലും ചെറുതായിട്ടുള്ള അപജയങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വലിയ വിജയം ആർജിക്കാൻ കഴിയുന്ന, വളരെ കോൺഫിഡൻസോടുകൂടി 100-ലധികം സീറ്റിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട്. ആ അന്തരീക്ഷം ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി വാദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും കോൺഗ്രസ് പാർട്ടിയുടെയോ ഒരു നേതാവിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വളരെ ഒരുമയോടുകൂടിയാണ്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾ കേഡർ സിസ്റ്റമല്ല, മിലിറ്ററി സിസ്റ്റം ഒന്നുമല്ല. മേളിൽ നിന്ന് ഉത്തരവിട്ടാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ചു, സ്ഥാനാർത്ഥികളാകാൻ എന്തായാലും ഒരു അസംബ്ലി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് ഒരാൾക്ക് മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ കഴിയൂ. ഒന്നിലധികവും 10ഉം 15ഉം പേര് വരെ യോഗ്യരായ ആളുകൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷികളുണ്ട്. സ്വാഭാവികമായും ആവശ്യങ്ങൾ ഉയരും, നിർദ്ദേശങ്ങൾ വരും, ചർച്ചകൾ ചെയ്യും. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇത്തവണ എടുത്തിരിക്കുന്ന തീരുമാനം വ്യക്തി ആര് എന്നുള്ളതല്ല, ജയസാധ്യതയാണ് പ്രധാനം. അതിന്റെ അകത്ത് അപസ്വരങ്ങളൊന്നും വരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിനും കേരള രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായതുകൊണ്ട് തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം ഉള്ള മാനം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുകൊണ്ട് അപസ്വരങ്ങൾ എവിടെങ്കിലും വാർത്തകളായി വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും കാമ്പുള്ളതായി മാറില്ല. വളരെ കൃത്യമായ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞങ്ങളെക്കാൾ എത്രയോ
പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധ സംവിധാനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഉള്ള പാർട്ടിയാണ് CPM-ഉം BJP-യും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾ നേതാക്കന്മാരും ഞങ്ങൾ വോട്ടർമാരും ഞങ്ങളുടെ കുറച്ച് വർക്കർമാരും ചേരുന്നൊരു സംവിധാനമാണെങ്കിൽ മറ്റതങ്ങനെയല്ല. പെയ്ഡ് വർക്കേഴ്സും അല്ലാത്തവരും തമ്മിലുള്ള അന്തരമുണ്ട് ഇതിന്റെ അകത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ അഭിപ്രായം പറയും, സ്വതന്ത്രമായി പ്രവർത്തിക്കും, ആ നിലയിൽ മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുൻ DGP-യുടെ പ്രതികരണങ്ങളിലൂടെ നിങ്ങൾ കാണുന്നില്ലേ അവിടുത്തെ ജനാധിപത്യം എന്താണെന്ന്? കാണുന്നില്ലേ? 6 വർഷം പോലും BJP-യിൽ ഇല്ലാത്ത ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് BJP-യുടെ പ്രസിഡന്റാക്കി വെച്ച രാഷ്ട്രീയം നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അത് ഓരോ പാർട്ടിയിലും അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ രീതികളുണ്ട്. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. സംഘടനയാകുമ്പോഴും സന്യാസി ശ്രേഷ്ഠന്മാരിലും വൈദിക ശ്രേഷ്ഠന്മാരിലും പോലും സർവ്വസംഘ പരിത്യാഗികൾക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിലോ മുന്നണിയിലോ ഏതെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകരുതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടി പോകാനും വിജയിക്കാനും കഴിയുന്ന ഒരു ചിട്ടവട്ട ക്രമങ്ങൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന് നൽകാൻ കഴിയും എന്ന 100% ആത്മവിശ്വാസത്തിലും ഒപ്പം കരുതലിലുമാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും. ശരി, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇപ്പോൾ ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പിന് നേരത്തെയുണ്ടായിരുന്ന മാനദണ്ഡങ്ങളൊക്കെ മാറ്റുകയാണ്. 2 ടേം വ്യവസ്ഥ മാറ്റുന്നു. 2 ടേം കഴിഞ്ഞാലും വിജയസാധ്യത, അതിപ്പോൾ UDF-ന്റെ കാര്യത്തിലായാലും വിജയസാധ്യതയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ഇപ്പോൾ 2 ടേം എന്നുള്ള വ്യവസ്ഥ മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഒരു ടേമിൽ തന്നെ ഒരു ടേം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നുള്ളവർക്ക് പോലും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള ആലോചനകളിലേക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്ന് തന്നെ മായുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളം നടത്താനാകും? 10 വർഷം തുടർഭരണം എന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ലല്ലോ. അതിൽ ഉണ്ടാകുന്ന ജനത്തിന്റെ മടുപ്പും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും അഡ്വക്കേറ്റ് ലാൽകുമാർ? നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യും. ആ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനകത്ത് ആൻറ്റി ഗവൺമെൻറ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, പ്രോ ഗവൺമെൻറ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ പറയുന്ന ഒരു നറേറ്റീവിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. അതല്ല, റിയൽ ടൈം സിനാരിയോയിൽ ഒരുപാട് പേരുടെ ജീവിതം മാറിയതിന് ഈ സർക്കാർ എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കൂട്ടിച്ചേരലായിരിക്കും. താങ്കൾ പറയുന്ന പോലെ 1-2 ഫാക്ടേഴ്സിൽ മാത്രമായിരിക്കത്തില്ല കാര്യങ്ങൾ നിൽക്കുക. ഇപ്പം നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെ ഒരു തിരിച്ചടി ഉണ്ടായെന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞൊഴിയാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, ഒരു ക്രിട്ടിക്കൽ മിനിമത്തിൽ നിന്നൊന്നും അത് താഴെ പോയിട്ടില്ല. എപ്പോഴും അതിൻ്റെ പെർഫോമിംഗ് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ പോലും റിസൾട്ട് കിട്ടിയിരിക്കുന്നു. പല ജില്ലകളെടുത്തൊക്കെ, തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ മോശം പെർഫോമൻസ് അല്ല വോട്ടിംഗ് പെർസെൻറ്റേജുമായിട്ട് നോക്കുമ്പോൾ. ആ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ എക്സ്ട്രാപൊളേഷൻ നോക്കിക്കഴിഞ്ഞാൽ CPM-നാണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയും. നമ്മളത് അങ്ങനെ തന്നെ കാണണം. നമ്മൾ നിയമസഭയെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, നിയമസഭയിൽ കഴിഞ്ഞ തവണ LDF 13 വിജയിക്കുന്നു. UDF-നാകെ കിട്ടിയത് കോവളമാണ്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, പ്രതീക്ഷിക്കാത്ത തരത്തിലല്ലേ അടിയൊഴുക്കുകൾ ഉണ്ടായത്? നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ ആളുമായി ബന്ധപ്പെട്ടതല്ലേ. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ അല്ലേ. അവിടെ അപ്പം മത്സരിക്കുക ഈ സെയിം ആളല്ലല്ലോ. ഇപ്പം നോക്കൂ, വട്ടിയൂർക്കാവ് മണ്ഡലം എടുക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന VK പ്രസാദാണ് അവിടെ മത്സരിക്കാൻ പോകുമെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ക്യാൻഡിഡേറ്റിലേക്ക് നമ്മൾ ഹാർനസ് ചെയ്യാണ്, എൻ്റയർ എനർജി ഹാർനസ് ചെയ്യുന്നത് ഒരു ക്യാൻഡിഡേറ്റിലേക്കാണ്. 10 പേരോ അല്ലെങ്കിൽ 15 പേരിലേക്കോ അല്ലല്ലോ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ആ വ്യത്യാസം അവിടെ ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ എങ്ങനെ വോട്ട് ചെയ്യണം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ പ്യുവർ പൊളിറ്റിക്കൽ വോട്ടാണ്. അതല്ലാതെ ഈ പറയുന്ന BJP-ക്ക് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിന്തിക്കുകയും തിരിച്ച് LDF-ന് അനുകൂലമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന എത്രയോ കേസുണ്ട്. എൻ്റെ ജില്ല അതിനകത്തൊരു ക്ലാസിക് എക്സാമ്പിളാണ്. മിക്കവാറും എപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് അഡ്വാൻറ്റേജ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതേ സ്ഥാനത്ത് നിയമസഭയിലേക്ക് വരുമ്പം തിരിച്ചാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷെ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF-നാണല്ലോ മേൽക്കൈ. 2010 ഒരു അപവാദം എന്ന് പറയാമെങ്കിലും അത് വേറെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു.
VS അനുകൂലികൾ UDF-ന് വോട്ട് ചെയ്തു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 2010 ഒരു നല്ല ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല തിരിച്ചുള്ള കാര്യത്തിൽ. ഇത് വേറൊരു ഉദാഹരണമായിട്ട് അങ്ങ് എടുത്താൽ മതി. ആ ബെഞ്ച് മാർക്ക് വെച്ച് നിങ്ങൾ ഇതിനെ സ്കെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് മറ്റൊരു ഉദാഹരണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചുവരവ് പോസിബിൾ അല്ലെന്ന് കരുതണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 2010 നമ്മൾ വെച്ചുകൊണ്ടിരുന്ന മെഷേഴ്സ്, ആ മെഷേഴ്സ് ഈ മെഷേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന എന്തിനാ? ആരാ കമ്പയർ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF-നൊപ്പമാണെന്നേ. 2010 ഒഴിവാക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് രാഷ്ട്രീയ വോട്ടല്ല എന്ന് എങ്ങനെ പറയും ഇത്തവണ കാര്യങ്ങൾ മാറുമ്പോൾ? 2010 നോക്കൂ, ഞാൻ സ്മൃതിയും പറയുന്ന ഒരു കാര്യമാണ്. ഞാനും പറയുന്ന ഒരു കാര്യം, 2010 ഒരു കോട്ട ഉണ്ടായി. അതുപോലൊരു കോട്ട ഈ പ്രാവശ്യം ഉണ്ടായി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് സംസ്ഥാനത്ത് തിരിച്ചു വരാതിരുന്നിട്ടില്ലല്ലോ. അതുപോലെ തിരിച്ചു വരും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2010 ഒരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയും ഈ വീഴ്ചയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടെന്ന് സ്മൃതി പറയുന്ന പോലെ തന്നെ ഞാൻ അതും ഈ വീഴ്ചയുടെ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യേണ്ട, പക്ഷെ വലിയ രീതിയിൽ തിരിച്ചുവരവ് നടത്താൻ നോക്കൂ. ധർമ്മടം മണ്ഡലം എടുക്കുക, ഞാനൊരു ഉദാഹരണം പറയാം. ധർമ്മടം മണ്ഡലം എടുക്കുക. നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് എനിക്ക് നമ്പേഴ്സ് അറിയില്ല, അവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിണറായി വിജയൻ നിൽക്കുമ്പം ആര് ജയിക്കൂടെ? അതൊരു സീറ്റിൽ എന്താ പറഞ്ഞ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റിലേക്ക് നിങ്ങൾ അതിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്നത് ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ആണ്. അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതിനെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ കാണുവാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞാൽ അന്ധൻ ഈ ആനയെ കണ്ട പോലത്തെ അവസ്ഥയാകുന്ന എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നോക്കൂ, നമുക്ക് ഒരു കോൺഗ്രസ് പെർഫോം ചെയ്യാൻ ഇപ്പം അനിൽ ബോസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അനിൽ ബോസിന്റെ പാർട്ടിയുടെ പൊസിഷൻ പറഞ്ഞു. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കുഴപ്പം അതുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യത്തില്ല, ഈ തൊട്ട് അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് നടക്കും എന്ന് പറയുന്നതിന് ലോജിക്കില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വന്നല്ലോ. അതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം കോൺഗ്രസ് നടത്തിയ ഒരു കാര്യം, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരൂർ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അരൂർ എന്ന CPIM കോട്ടയിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചതുകൊണ്ട് ഇനിയിപ്പം CPM വിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുള്ളത്. അവസാനം നിയമസഭയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഷാനിമോൾ ഉസ്മാനും തോറ്റു. ഈ പറയുന്ന കാലത്ത് തന്നെയാണ്, വലിയ താമസമില്ലാതാണ് ഷാനിമോൾ ഉസ്മാൻ മറ്റേ ജനറൽ ഇലക്ഷനിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അധികം നാൾ അവർക്കും ടൈം കിട്ടിയില്ല. നമ്മൾ പറഞ്ഞ ബൈ ഇലക്ഷനെ നോക്കി, അല്ലെ മറ്റ് തെരഞ്ഞെടുപ്പുകളെ നോക്കി, ആ പാറ്റേൺ നിങ്ങൾ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് സ്മൃതി. നോക്കൂ, ഞാനൊരു കാര്യം പറയാം. രാഷ്ട്രീയത്തിൽ എപ്പോഴും പല പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും വേറെ വേറെ കാരണങ്ങളാണ്. ആ കാരണങ്ങളെല്ലാം നമുക്കെതിരാകും എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു ജനറൽ ധാരണയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, കാലാവസ്ഥ എന്താണ്? രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾ എന്തിനെ ബേസ് ചെയ്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. സ്മൃതി രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വിലയിരുത്തുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആ ബെഞ്ച് മാർക്കിലല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കാലാവസ്ഥയിൽ പ്രശ്നമില്ല, പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ നിശ്ചയിച്ചത് ഒത്തില്ല, അതൊക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബെഞ്ച് മാർക്ക് എടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ബെഞ്ച് മാർക്ക് എടുക്കും. ആ ബെഞ്ച് മാർക്കാണ് നമുക്ക് ട്രൂ റിസൾട്ട് ആയിട്ട് വരുന്നെന്നുള്ളൊരു ധാരണ വ്യക്തിപരമായി എനിക്കില്ല. ഒരു കാരണവശാലും അങ്ങനെ നടക്കത്തില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നത്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാകാം, ഉറപ്പായിട്ടും. നിങ്ങൾ പറഞ്ഞ പോലെ ആന്റി ഇൻകംബൻസി ഉണ്ടോ? ആന്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ലോകത്തിൽ ഒരിടത്തും ഉണ്ടാകത്തില്ല. കുറെ പേരുണ്ടാവും, തിരിച്ചും മറിച്ചു വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അതിനൊക്കെ മേളിലാണ് വിജയം എന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ നിർത്തി. ശരി, ശ്രീ എ സജീവൻ, രാഷ്ട്രീയ കാലാവസ്ഥ എന്നുള്ളത് പ്രധാനമാണല്ലോ. ഇപ്പോൾ 1ാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ നിയമസഭകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ CPM ആണ് വിജയിച്ചത്. അത് ഗംഭീര വിജയമായിരുന്നു. അത് ചെങ്ങന്നൂർ, കോന്നി, വട്ടിയൂർക്കാവ്, പാല, ഇവിടെയൊക്കെ തന്നെ LDF-ന് വിജയമുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി UDF-ന് ഉണ്ടാകുന്നുമുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ സമയമാകുമ്പോഴേക്കും വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിലും UDF-ന് വിജയം. പിന്നെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട്, നിലമ്പൂർ, അതായത് ഏറ്റവും റീസെന്റ് ആയുള്ള സാഹചര്യം നോക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ UDF ഏത് തരത്തിലാണ് വിജയം? മുൻ വിജയങ്ങളെക്കാൾ എത്ര ഇരട്ടി നേടിയിരിക്കുന്നു? പാലക്കാടൊക്കെ 3 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ആ രൂപത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ന് വിജയമാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കേരളം എന്നത് അത് ആ രൂപത്തിൽ അങ്ങ് കാണുന്നുണ്ടോ? അതോ അങ്ങനെയല്ല,
നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കാര്യങ്ങൾ വീണ്ടും മാറും എന്നുള്ളതാണ്? സ്മൃതി പറഞ്ഞ പോലെ രാഷ്ട്രീയ കാലാവസ്ഥ അത് പ്രധാന ഘടകമാണ്. ഏത് കാലത്താണെങ്കിലും കുറച്ച് കാലമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. നമ്മൾ നോക്കേണ്ട 2021 അതിനു മുമ്പേ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് ആ സമയത്ത് സർക്കാരിൻ്റെ നടപടികൾ പലതും അതിനു മുമ്പുള്ള ഈ കോവിഡ് കാലത്ത് മുതലുള്ള അല്ലെങ്കിൽ പ്രളയകാലം മുതലുള്ള പ്രശ്നങ്ങൾ അത് സർക്കാർ കൈകാര്യം ചെയ്ത രീതി അതൊക്കെ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കിയ കാര്യമാണ്. നമ്മുടെ UDF നേതാക്കന്മാർ തന്നെ പറയുന്ന പോലെ കിറ്റ് കൊടുത്ത് വോട്ട് നേടി എന്നുള്ള രീതിയുണ്ടല്ലോ, അത് സർക്കാർ ആ രീതിയിലല്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് ജനങ്ങൾ കണ്ടിരുന്ന ഒരു രീതി, അതാണ് അവിടുത്തെ ആ കാലാവസ്ഥ അക്കാലത്ത് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് പ്രതിഫലിച്ച് നമ്മൾ കണ്ടതാണ്. അതേപോലെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തതെന്ന് പറയാം, അതായത് നിലമ്പൂർ. പക്ഷേ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിജയം, പാലക്കാടാണെങ്കിലും ഈ എല്ലാ സ്ഥലങ്ങളിലുള്ള വിജയം, ഇപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിപ്പം എന്താണ് സഹതാപ തരംഗത്തിൽ വരുന്ന വിജയങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടില്ല. കാരണം അത് സഹതാപ തരംഗം ഉണ്ടാക്കുന്ന തരംഗം എന്നതിനപ്പുറം ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത്. സഹതാപ തരംഗം മാത്രമാണോ? അതെ, അത് സ്വാഭാവികം. അതാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പോരാട്ടമാണ്. ഇവിടെ അതില്ല. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമുള്ള ഒരു തരംഗം, അത് പണ്ട് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി മരിച്ചപ്പോഴൊക്കെ ഉണ്ടാക്കിയുള്ള ആ തരംഗമുണ്ട്. അതേപോലെ ഒരു സഹതാപ. പക്ഷേ നിലമ്പൂരിൻ്റെ കാര്യത്തിലും പാലക്കാടിൻ്റെ കാര്യത്തിലും അതല്ല. അപ്പോൾ അവിടെ ചേലക്കരയുടെ കാര്യം പോലും നമ്മൾ എടുക്കുക. കാരണം അവിടെ വോട്ട് LDFന് ജയിച്ചെങ്കിൽ പോലും വോട്ട് കുറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരത്തെ പറഞ്ഞൊരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഈ പറഞ്ഞപ്പോൾ ലാൽകുമാർ പറഞ്ഞ് ശരിയാണ്. ഈ ഒരു വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഒരു ബേസ് വോട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല എന്ന് പറയാം. അവർ മൊത്തമായിട്ട് ഇടിഞ്ഞു പോയി. പക്ഷേ സീറ്റുകളാണല്ലോ പ്രധാനം. അവിടെ പല സ്ഥലങ്ങളിലും കൃത്യമായിട്ടങ്ങ് ഒലിച്ചു പോകുന്ന രൂപത്തിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഈ സീറ്റ് നഷ്ടത്തിൻ്റെ ഒരു പ്രവണത നമ്മൾ നേരത്തെ കണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ നടന്നിട്ടുള്ള ഈ ഇടക്കാല ഉപതെരഞ്ഞെടുപ്പുകൾ അതിൽ കാണുന്ന അവസ്ഥ തന്നെയാണ്, ആ കാലാവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായി. ഇനി ഉള്ളത് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെറും 100 ദിവസമാണ്. ഈ 100 ദിവസത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, നേരത്തെ വന്നു പോയിട്ടുള്ള തെറ്റുകൾക്ക് എങ്ങനെയൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഉണ്ടായോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. UDFിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, UDF ഇപ്പോൾ അനിൽ ബോസൊക്കെ പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു വലിയ വികാരമാണ്. കാരണം അവർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പിന്നെ ഹൈക്കമാൻഡ് ആയിരിക്കും, അതിനിടയിൽ ആരും ഇടപെടേണ്ട കാര്യമില്ലൊക്കെ പറഞ്ഞ് ഒരു ഒത്തൊരുമയോടുകൂടി ഇപ്പോൾ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വീഴ്ച, അവർ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എങ്ങനെയല്ല ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഭാഗം ആരാണ് അത് തീരുമാനിക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു തിരിച്ചടി മാത്രമാണ് LDFന് കുറേ കൂടി പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത്. അതല്ലാത്ത ഘട്ടത്തിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് പാലക്കാടും നമ്മൾ കണ്ടതാണല്ലോ. പാലക്കാടും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തർക്കം, നേതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായം, അത് ഒരു വലിയ പിഴവായി പോയി എന്നുള്ള പിന്നീട് അവർക്ക് അനുഭവമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ആ ഘട്ടത്തിൽ ആ പേര് ഒരു വരുത്തനെ കൊണ്ടുവരുന്നു എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വന്നതും ഒക്കെ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ. പക്ഷേ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്? അപ്പോൾ പുറത്തെ ചർച്ചകളാണോ പിന്നീട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതും വിഷയമാണല്ലോ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയാവസ്ഥ വെച്ചിട്ടില്ല ഞാൻ പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു.
നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു, ഒരു സംശയമില്ല. ജനങ്ങൾക്കിടയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അക്കാര്യത്തിൽ, ആ കാലത്ത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി. അത് ബാക്കി നേതാക്കന്മാരുടെ എതിർപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയ ഘടകമാവണല്ലോ. ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഇയാൾ വരുത്തനാണോ അല്ലയോ എന്നുള്ള തോന്നലുണ്ടാവണം. അത് തോന്നലുണ്ടാപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും വരുത്തന്മാരാണല്ലോ സ്ഥാനാർത്ഥികളാവുന്നത്. അപ്പോൾ അതൊരു വലിയ ഘടകമായിട്ട് മാറില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിൽ അതുണ്ടായേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നം തന്നെയായിരിക്കും. പിന്നീടുണ്ടായ പ്രശ്നങ്ങളാണല്ലോ ആദ്യത്തെ എതിർപ്പ് ശരിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. എതിർപ്പും മറ്റ് അദ്ദേഹത്തിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് വേറെ കാര്യമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി അവിടെ പാലക്കാട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീമിൽ നല്ലൊരു ടീം, സതീശിനൊക്കെ വളരെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടീമിൻ്റെ പ്രവർത്തനം അവിടെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അത് അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നതിൻ്റെ ഫലം കൂടിയാണത്. അത് ഞാൻ പറയുന്നതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസ്സുകാർ വയനാട്ടിൽ അവരുടെ നേതൃയോഗം ചേർന്ന് തീരുമാനിച്ച കാര്യങ്ങൾ അവിടെയൊക്കെ അപസ്വരങ്ങൾ ഉണ്ടായിട്ടില്ല. AK ബാലനൊക്കെ പറയുന്ന പോലെ അത് ആര് വരും, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ അവിടെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്നതിൽ LDFന് പറയും. പക്ഷേ ഇതുവരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അത്ര പോകുന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഓട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന UDF ആണ്. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ 42-ൽ നിന്നും 100-ലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 100 കടക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ചിത്രം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആകെ 14 മണ്ഡലങ്ങളിൽ ആകെ UDFന് ആകെ കിട്ടിയത് 1, കൊല്ലത്ത് ആകെ 11-ൽ UDFന് കിട്ടിയത് 2, പത്തനംതിട്ടയിൽ ആകെ 5-ൽ UDFന് 1 പോലുമില്ല, ആലപ്പുഴയിൽ ആകെ 9-ൽ UDFന് 1, കോട്ടയത്ത് 9-ൽ 4 മാത്രം UDFന്, ഇടുക്കിയിൽ 5-ൽ 1 മാത്രം UDFന്, എറണാകുളത്ത് 14-ൽ UDFന് 9 കിട്ടി എന്നുള്ളൊരു നേട്ടമാണ്. തൃശ്ശൂരിൽ 13-ൽ UDF 1, പാലക്കാട് 12-ൽ UDF 2, മലപ്പുറത്ത് UDF 13 എന്നുള്ളത് ആശ്വാസകരമായ കാര്യമായിരുന്നു. കോഴിക്കോട് വരുമ്പോൾ LDF 11-ഉം UDF 2-മാണ്, വയനാട് 3, കണ്ണൂർ ആകെ 11-ൽ UDF 2, കാസർഗോഡും ചിത്രം UDF 2 എന്നുള്ളതാണ്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നും 100 ആക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ എന്തായിരിക്കാം ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ഭരണവിരുദ്ധ വികാരം തുണയ്ക്കും എന്നുള്ളതാണോ, അതിലപ്പുറം ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്നുള്ളതായിരിക്കുമോ? കാരണം 2021-ലും ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ വലിയ കാര്യമായ പണിയൊന്നും എടുക്കാതെയാണ് അന്ന് നിന്നത്. പക്ഷേ നേരെ തിരിച്ചടിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയാണോ? ഈ കണക്കുകൾ നമ്മളെ വല്ലാതെ കുഴയ്ക്കുന്ന കണക്കാണ്. അതായത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് വെച്ചിട്ട് 41-ൽ നിന്ന് 100-ലേക്ക് എത്തുന്ന ആ ഒരു കണക്ക് ഒപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിക്ക് വഴങ്ങുന്നതുമല്ല അത്. പക്ഷേ നേരത്തെ 3 പേരും പറഞ്ഞു പോയ പല കാര്യങ്ങളെ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ, അത് തൃക്കാക്കര മുതൽ നിലമ്പൂർ വരെയുള്ളതിൽ ചേലക്കര ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മിന്നുന്ന ജയം കിട്ടി. അതിനിടയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോഴൊക്കെ മുമ്പിലും അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമോ എല്ലായ്പ്പോഴും നിൽക്കാൻ UDFന് കഴിഞ്ഞു. അതിന് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയം കിട്ടി. 20-ൽ 18-ഉം UDFന് കിട്ടി. ഒരെണ്ണത്തിൽ മാത്രമാണ് LDFന് ജയിക്കാൻ കഴിഞ്ഞു. ഒരിടത്ത് BJPയും ജയിക്കാൻ കഴിഞ്ഞു. അത് തൃശ്ശൂരിലെ ജയത്തെ, ഒരു BJP ജയത്തെക്കാളേറെ ഞാൻ കാണുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പ്രാഭവത്തിന് കിട്ടിയ ഒരു വോട്ടെന്നുള്ള നിലയ്ക്ക് ആ വിജയത്തെ അങ്ങനെ കാണാനാണ്, യാഥാർത്ഥ്യബോധത്തോടെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം, ആ വിജയത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ വിജയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് 2-3 ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ പറയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അത് രണ്ടാണ്
കേന്ദ്രം ആര് ഭരിക്കണം എന്നതിൻ്റെ പേരിൽ, അതായത് കേന്ദ്രത്തിൽ ഇടതുമുന്നണിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ലാത്തത് കൊണ്ട്, അഥവാ അവിടെ കേരളത്തിൽ കുറച്ച് സീറ്റുകളിൽ ജയിച്ചാൽ പോലും അവർക്ക് അവിടെ കാര്യമായ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെ നേരിട്ട് തന്നെ കേന്ദ്രത്തിൽ റോള് വഹിക്കാൻ കഴിയുന്ന, ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന കോൺഗ്രസ്സിന് തുണയ്ക്കാൻ കേരളത്തിലെ വോട്ടർമാർ എപ്പോഴും അങ്ങനെ ഒരു താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുമുന്നണിക്കോ ഇടതുമുന്നണി ഭരണത്തിനോ എതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിട്ടല്ല, മറിച്ച് കേന്ദ്രം ആര് ഭരിക്കണമെന്ന വോട്ടർമാരുടെ മനോഗതമാണ് അതിലൂടെ പ്രതിഫലിക്കുക എന്ന് പറഞ്ഞു. അത് ഇനി ആ നിലയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ അതങ്ങ് വിട്ടുകൊടുത്താൽ പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ അങ്ങനെ നമുക്കങ്ങ് വിട്ടുകൊടുക്കാം. പക്ഷേ അതിനുശേഷം ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ നമുക്ക് ഏത് അളവുകോല് കൊണ്ടാണ്, ഏത് യാർഡ് സ്റ്റിക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? എല്ലാ കാലത്തും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് എല്ലായ്പ്പോഴും മേൽക്കോയ്മയുണ്ട്. 2010 ഒരു സ്പെഷ്യൽ കേസായിട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ഓർമ്മയിലുള്ളിടത്തോളം കാലത്ത് എന്നും LDFന് വലിയ മുൻതൂക്കം കിട്ടാറുണ്ട്. എന്താ കാരണം? 2-3 കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ സംഘടനാപരമായ ഒരു ചട്ടക്കൂടിൻ്റെ അല്ലെങ്കിൽ ആ മെഷീനറിയുടെ ഒരു ബലം. അതായത് വളരെ സുസംഘടിതമായ ഒരു സംഘടനാ ശക്തി അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ഇടതുമുന്നണിക്കുണ്ട്. മാത്രമല്ല പ്രാദേശികമായിട്ട് അവർ കുറച്ചുകൂടി ഭരണ മികവോ അല്ലെങ്കിൽ കുറേ കൂടി ഒരു കേഡർ സ്വഭാവം കാണിക്കുന്നു. അവരൊറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു, വലിയ അപശബ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ വേറൊരു ഘടകം കൂടിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് അവർക്ക് ഇപ്പോൾ 10 വർഷം അധികാരത്തിൽ നിന്ന് അകന്നു നിന്ന, ഒരിടത്തും ഭരണമില്ലാത്ത കോൺഗ്രസിനും UDFനും ഈ സംഘടനാപരമായിട്ട് അവർക്ക് ഒരുപാട് ചൈതന്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു വിജയം, ഇത്രയും മിന്നുന്നൊരു വിജയം, ആ മിന്നുന്നു എന്ന് പറയുന്ന വാക്ക് ഞാൻ ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നോക്കുക, ഇടതുമുന്നണിക്ക് വലിയ താക്കീതുകളുണ്ട് അതിനകത്ത്. നേരത്തെ സ്മൃതി പറഞ്ഞ കണക്കെടുത്ത് നോക്കുക. പത്തനംതിട്ട ഒറ്റ സീറ്റുമില്ല, കൊല്ലത്ത് 2, തിരുവനന്തപുരത്ത് 1, കോട്ടയത്ത് 4, എറണാകുളത്ത് 7 അല്ലെങ്കിൽ 9, ഇങ്ങനെയുള്ള കണക്കുകൾ എടുത്തു നോക്കുക. ആ പറഞ്ഞ മധ്യ കേരളത്തിലെ 5 സ്ഥലങ്ങളിലും ഒരു സീറ്റ് പോലും ഇല്ലാത്ത പത്തനംതിട്ടയിലും, ഒരു സീറ്റ് മാത്രമുള്ള ഇടുക്കിയിലും, 4 സീറ്റ് മാത്രമുള്ള കോട്ടയത്തും, 9 സീറ്റുള്ള എറണാകുളത്തും ഒക്കെ ഇടതുമുന്നണി വാഷ് ഔട്ടായി പോയി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത്രയും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ അഭൂതപൂർവ്വം അല്ലെങ്കിൽ അത്യുജ്വല വിജയം കൊയ്ത അതേ സോഷ്യൽ എഞ്ചിനീയർ, അതേ കക്ഷി നിലയും കക്ഷി ബന്ധങ്ങളും മുന്നണി സമവാക്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടും ഇക്കുറി ആ രീതിയിൽ നേരെ റിവേഴ്സിൽ അതിഭയങ്കരമായി തിരിച്ചടി ഉണ്ടായെങ്കിൽ അവിടെ ഈ പറയുന്ന ലാലിൻ്റെ വിശകലനത്തിലോ ഡോക്ടർ ലാൽകുമാറിൻ്റെ വിശകലനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലളിതമായ യുക്തിയിൽ ഒതുങ്ങുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോട്ടർമാർ മാറി ചിന്തിക്കുന്നു. അവിടുത്തെ പ്രബലമായ ന്യൂനപക്ഷം പൂർണ്ണമായിട്ടും ഇടതുമുന്നണിയെയും BJPയെയും കൈയൊഴിഞ്ഞ് UDFനെ ചേർത്ത് പിടിക്കുന്നു എന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ് മലബാർ മേഖലയിലേക്ക് പോകുമ്പോൾ മലപ്പുറത്തുണ്ടായ 16-ൽ 16 സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്തിലെ ഒരു പ്രതിപക്ഷ അംഗം പോലും ഇല്ലാത്ത അവസ്ഥയിൽ മലപ്പുറം എന്താ പറയുന്നത്, സ്വീപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം കോഴിക്കോട് കണ്ടു. ഏതാണ്ട് ഒരിക്കലും അങ്ങനെ പല ഘടകങ്ങൾ, കൊല്ലം, ഇതിലൊന്നും പെടാത്ത ചില സ്ഥലങ്ങളാണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കൊല്ലം, കോഴിക്കോട് അവിടെയും കോഴിക്കോടും കൊല്ലം ഒക്കെയോ അത് പ്രധാനം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട്. 2, ഇമ്മീഡിയറ്റ് കോസായിട്ട് വേണമെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച് ഭരണവിരുദ്ധ വികാര വോട്ട്, ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എതിർവികാരം, അത് BJPയിലേക്ക് കൂടി പോകാനുള്ള സാധ്യത അങ്ങ് എത്രത്തോളം കാണുന്നുണ്ട്? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും BJP അവരുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയായിരുന്നു എങ്കിൽ ഇത്തവണ അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെയധികം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ ഇതാ 34 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം BJP പറയുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? സ്മൃതി, അതിൽ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ മുൻനിരയിൽ NSSും BJP സംഘടനകളുമായിരുന്നു, സംഘപരിവാർ സംഘടനകളുമായിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കിട്ടിയത് UDFനാണ്.
അത് BJPക്ക് തന്നെ ഒരു അവിശ്വസനീയമായ കാര്യമായിരുന്നു. പണിയെടുത്തത് ഞങ്ങൾ, തല്ലുകൊണ്ടത് ഞങ്ങൾ, കേസ് മുഴുവൻ ഞങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ, ഞങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെട്ടതും ത്യാഗം സഹിച്ചതും ഒക്കെ, കേസ് മുഴുവൻ ഞങ്ങളുടെ പേരിൽ. പക്ഷേ വോട്ട് കിട്ടിയത് UDFന്. എന്തുകൊണ്ടാണത്? വോട്ടർമാർ ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ BJPക്ക് വോട്ട് ചെയ്താൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഫലം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ഈ പറഞ്ഞ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ CPMന്, ഇടതുമുന്നണിയെ ഈ വിഷയത്തിൽ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായി ആ ശിക്ഷ യഥാർത്ഥത്തിൽ അത് വിസിബിൾ ആവണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്തേ പറ്റൂ? കൂടുതൽ ശക്തിയുള്ള UDFന് വോട്ട് ചെയ്തേ പറ്റൂ. ഇത് തന്നെ ഒരു വലിയ അളവിൽ ഇക്കുറി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചു. അതായത് BJPക്ക് പല സ്ഥലത്തും, ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് നല്ല ശക്തി ഉണ്ടെന്ന് കണ്ടു. തിരുവനന്തപുരത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് കിട്ടി. മറ്റ് പല സ്ഥലത്തും അവർക്ക് CPMനെ തോൽപ്പിക്കാനുള്ള ശേഷിയില്ല. ആ തോൽപ്പിക്കാനുള്ള ശേഷി UDFനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വോട്ടർമാർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത് ആരെയായിരിക്കും? UDFനെ ആയിരിക്കും. ഇത് സിമ്പിൾ ലോജിക്കാണ്. അതായത് ഇത്തരം അല്ലാതെ അത്രമാത്രം താത്വികമായി നിന്നുകൊണ്ട് ഇതാരാണ് ഇതിൻ്റെ അമരത്ത് നിന്നിരുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ത്യാഗത്തിൻ്റെ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിന് ഏറ്റവും എളുപ്പ വഴി എന്താണ് എന്നാണ് വോട്ടർമാർ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ അത് UDF ആണ് കേരളത്തിൽ LDFനെതിരെ കുറെ കൂടി ശക്തമായി നിൽക്കാനും ഒരു ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനും UDF ആണ് ബെസ്റ്റ് ചോയ്സ് എന്ന് വന്നാൽ UDFനാണ് ആ വോട്ട് കിട്ടുക. ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം BJPയേക്കാൾ കിട്ടാൻ പോകുന്നത് UDFന് തന്നെയാണ്, ഒരു സംശയവുമില്ല. മാത്രമല്ല ഇപ്പോഴും തിരുത്താൻ തയ്യാറല്ല, പല കാര്യങ്ങളിലും LDF ഇപ്പോഴും ആ പഴയ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കുകയാണ്. മാത്രമല്ല സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിഷ്പക്ഷ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം LDFൻ്റെ ഈ നയങ്ങളിലും നിലപാടുകളിലും വരുന്ന അടിക്കടി ഉണ്ടാകുന്ന ചാഞ്ചല്യത്തെയും വളരെ സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചു, ഞങ്ങളാണ് ചാമ്പ്യൻസ് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി, അതിന് തൊട്ടു പിന്നാലെ കളം മാറ്റി, നിലപാട് മാറ്റി, അവരുടെ ലൈൻ മാറ്റി നേരെ റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതിൻ്റെ ഫലം എന്താ സംഭവിച്ചത്? ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഏത് രീതിയിൽ ഒരു കാലത്ത് വലിയ തോതിൽ CPMനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിരുന്നൊരു വലിയ വിഭാഗം മലബാറിലുണ്ടായിരുന്നു. പൊന്നാനിയും പെരിന്തൽമണ്ണയും അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ പോയതിൻ്റെ കാരണം എന്താ? അവിടെയെല്ലാം ഒരു കാലത്ത് അവരെ തുണച്ചിരുന്ന മുസ്ലിം വിഭാഗങ്ങൾ പോലും സംശയദൃഷ്ടിയോടെ കാണുന്നു. ഇതൊക്കെ ചുവരെഴുത്തുകളാണ്. LDF ഇത് മനസ്സിലാക്കാതെ പോയാൽ പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. വെള്ളാപ്പള്ളി വിഷയം ഒരു വലിയ ഘടകമാണ്. LDFൻ്റെ തന്നെ ചാഞ്ചല്യങ്ങളും നിലപാടുകളിലെ മലക്കം മറിച്ചിലുകളും യൂട്ടേൺ അടിയും എല്ലാം അവരെ സംശയദൃഷ്ടിയോടെ കാണാൻ എല്ലാ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന വസ്തുതയുണ്ട്. ഇതൊന്നും അറിയാതെ ഞങ്ങൾ 2019 തിരിച്ചടിക്ക് ശേഷം ഞങ്ങൾ നിയമസഭാ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ അതിഗംഭീരമായി തിരിച്ചു വന്നില്ലേ, 100 സീറ്റിൽ ജയിച്ചില്ലേ എന്ന ചോദ്യമൊക്കെ ശരിയാണ്. ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല, അന്നത്തെ രാഷ്ട്രീയ ഘടനയല്ല ചേർന്ന് നിന്നിരുന്നവർ പലരും അവരെ ഇപ്പോൾ അതേ വിശ്വാസത്തോടെ പുണരുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്ന യാഥാർത്ഥ്യം CPM മനസ്സിലാക്കണം, ഇടതുമുന്നണി മനസ്സിലാക്കണം എന്നതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പാഠം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ 100 ദിവസത്തിൽ കാലാവസ്ഥ മാറിയും മറിഞ്ഞും ഒക്കെ മാറാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നു. കാലാവസ്ഥ മാറ്റാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുമില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ കേസ് വരുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ പുനർജനിയിൽ പ്രതിപക്ഷ നേതാവിന് വ്യക്തമായ മറുപടിയുണ്ട്. ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പോയിരിക്കുന്ന നിയമോപദേശത്തിന്റെ വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും ഇനിയും ഉണ്ടാകാമല്ലോ കേസുകൾ, ഇനിയും നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് UDF മുന്നിൽ കാണുന്നത്? അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ 2010 ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. സമാനമായ വിജയം അല്ലെങ്കിൽ അതിലുപരിയായ വിജയം ഇപ്പോഴുണ്ടായി. ആ നിലയിലല്ല അതിനെ കാണേണ്ടത്. 2010 എനിക്ക് ഇതിനു മുമ്പുള്ള ചർച്ചയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. 2010 ഞങ്ങളുടെ വിജയത്തോടൊപ്പം പങ്കാളിയാകാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം പങ്കാളിയാകാൻ RJD ഉണ്ടായിരുന്നു. ശ്രേയംസ് കുമാർ അടക്കമുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നുമില്ലാത്ത വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായത് എന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നു എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന് നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, അതാണ് പൊടിപാറ സൂചിപ്പിച്ചല്ലോ, ഈ CPM-ന്റെ ചുവടുമാറ്റവും സംഘപരിവാറിന്റെ രാഷ്ട്രീയവും, ഇത് രണ്ടും ഒത്തുചേർന്നതിന്റെ ഒരു ഫലം നമ്മളിപ്പോൾ കണ്ടു. ഏതാണ്ട് 2000-ഓളം സീറ്റുകളിലാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ സഹോദരന്മാരെ താമര ചിഹ്നത്തിൽ ഇവിടെ മത്സരിപ്പിച്ചത്. വലിയ വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് വിജയം നേടാൻ കഴിയുമെന്ന CPM-ന്റെ ചിന്തയും സംഘപരിവാറിന്റെ ബുദ്ധിയും കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ പ്രാഥമിക അജണ്ട. അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്വതന്ത്രനായി നിന്ന് പൂഞ്ഞാറിൽ മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ആളാണ് PC ജോർജിന്റെ മകൻ. താമര ചിഹ്നത്തിൽ നിലം തൊട്ടില്ല, 3-ാം സ്ഥാനത്ത് പോലും. 2000-ഓളം സ്ഥാനാർത്ഥികളെ ഈ വർഗീയ വിഷം കുത്തിവെച്ച് മത്സരിപ്പിച്ച് ഇറങ്ങി വന്നാൽ അത് ഇവരെല്ലാം സ്വീകരിച്ചോളും, ജനാധിപത്യ കേരളം അത് സ്വീകരിക്കുമെന്നാണ് കരുതിയതെങ്കിൽ 20 പേരെ പോലും അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. എസ്പെഷ്യലി കാസ നിർത്തിയ നേരിട്ടുള്ള സ്ഥാനാർത്ഥി അടക്കം ഞീഴൂരടക്കമുള്ള സ്ഥലങ്ങളിൽ മത്സരിച്ചവർക്ക് 15 വോട്ട് തികച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ, വിദ്യാസമ്പന്ന സമൂഹം വളരെ കൃത്യമായി ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മതവൈരം ആളിക്കത്തിക്കാനും ആളുകളെ ഭിന്നിപ്പിക്കാനും ശ്രമിക്കുന്ന സർക്കാർ സ്പോൺസേഡ് പ്രവർത്തനങ്ങളും സംഘപരിവാർ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ പ്രതിഫലനം കൂടിയാണ് ഞങ്ങൾക്ക് UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം. അത് മുന്നോട്ടുള്ള ദിവസങ്ങളിലും അത് കൃത്യമായി മുന്നോട്ട് പോകും. പിന്നെ മറ്റൊന്ന്, ഞാൻ പറഞ്ഞു 2010-ൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴെങ്കിൽ, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 10 ദിവസത്തിനപ്പുറം ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുക്കുന്ന കേസല്ല, കേരളത്തിലെ ഇടതുമുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിലെ അടിപിടിയുണ്ടോ, കോൺഗ്രസിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതല്ല, ഇടതുപക്ഷ മുന്നണിയുടെ തകർച്ച, സമ്പൂർണ്ണ തകർച്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സർപ്രൈസ് മാറ്റങ്ങൾ ഈ കേരളം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, വിശദമാക്കാമോ? 10 ദിവസം കഴിഞ്ഞാൽ എന്തോ അത്ഭുതം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഇല്ല, വിശദമാക്കുന്നില്ല. 10 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇരിക്കാം. വിസ്മയമാണോ? മുന്നണി വിപുലീകരിക്കപ്പെടുമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും അനിൽ ബോസ് പറഞ്ഞാലും മറ്റേത് നേതാവ് പറഞ്ഞാലും പ്രവർത്തകൻ പറഞ്ഞാലും ഒരു നയവും നിലപാടുമാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. സർപ്രൈസ് ഉണ്ടാവും, വലിയ കൃത്യമായ തകർച്ച LDF-ൽ ഉണ്ടാവും. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജാഗ്രതയുണ്ട്, വളരെ കൃത്യമായ ജാഗ്രതയുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു, ഓരോ സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. പണ്ടിതൊന്നും ഇല്ലെന്ന് കോൺഗ്രസ് പാർട്ടിക്ക്. മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേദിവസം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി വാഹനത്തിൽ പര്യടനം നടക്കുമ്പോൾ ആ പര്യടന വാഹനത്തിൽ നിന്ന് മാറി പുതിയ സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ചിട്ടുള്ള നിരവധി ചരിത്രങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ സ്ഥിതി. വളരെ വിവേകത്തോടെ മുൻകൂർ വളരെ കരുതലോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ. സംഘടനാപരമായ കാര്യങ്ങളിലാണെങ്കിലും പൊതുവിഷയങ്ങളിലാണെങ്കിലും പൊതുജന കാഴ്ചപ്പാടിനൊപ്പം നിൽക്കണമെന്ന തികഞ്ഞ ഉത്തരവാദിത്വ ബോധം മുഴുവൻ ആളുകൾക്കുമുണ്ട്. ഇവിടെ കേവലം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം നല്ലതാണ്, ഞങ്ങളെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു എന്നല്ല. ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ തിരുത്താൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല, ഒരിക്കലും തിരുത്താത്തൊരു സർക്കാർ ഈ കേരളത്തിൽ ജനദ്രോഹ നടപടികളുമായി നിൽക്കുമ്പോൾ അതിൽ മനം നൊന്ന് നിൽക്കുന്ന, മനം തകർന്നു നിൽക്കുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. ഇവർ കാണിക്കുന്ന വർഗീയ രാഷ്ട്രീയം ഈ നാട്ടിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മുഴുവൻ ആളുകളും അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പലായനം ചെയ്യപ്പെടുന്നത്, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അനുഭവിച്ചറിയുന്ന അതിന്റെ വേദനയിൽ നിൽക്കുന്ന ഒരു ജനത്തോട് നമ്മൾ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാൽ മതി. ശരി, പക്ഷേ നിങ്ങൾ സമരമുഖത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കെതിരെ തുടർച്ചയായി പറഞ്ഞു കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ആണോ ഇനി സമര പരമ്പര എന്ന് പറയുന്നത്? അതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ജനം നിങ്ങളോടും ചോദിക്കില്ലേ? അതൊരൊറ്റ ഒരു ചോദ്യം. രണ്ടാമത്തത്, എങ്ങനെയാണ് ഈ തരൂരിനെ നിങ്ങൾ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ തരൂർ നിങ്ങളോട് ചിരിച്ച് നിങ്ങൾക്കൊപ്പം നിന്ന് ഞാൻ എവിടേക്കും പോയിട്ടില്ലല്ലോ എന്ന പ്രതികരണം വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ആർക്കും പിടികിട്ടുന്നില്ല. എന്താ സംഭവിച്ചത്?
ഞങ്ങളെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നത് പോലും അസൂയയോട് നോക്കിക്കാണുന്നവരുടെ കൂട്ടത്തിൽ സ്മൃതിയുമുണ്ടോ? ഞങ്ങൾ നന്നായി എന്താണ് മാജിക് എന്താന്ന് മനസ്സിലായില്ല. അതുവരെ മോദിയെ പുകഴ്ത്തുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കേട്ടത് തെറ്റായി പോയിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളും കേട്ടതാണല്ലോ. നിങ്ങളിൽ പലരും രൂക്ഷമായി പ്രതികരിച്ചതുമാണ്. അദ്ദേഹം പറഞ്ഞതിൽ യോജിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ വളരെ കൃത്യമായി പ്രതികരിച്ച ആൾക്കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രതികരിക്കും, അത് നാളെയാണേലും പ്രതികരിക്കും. അത് അദ്ദേഹത്തിന്റെ കാര്യമൊന്നല്ല. പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും സ്വാഭാവികമായും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നല്ല എന്ന് തോന്നിയാൽ ചട്ടക്കൂടിൽ നിൽക്കേണ്ട രീതിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കും. വിവേകപൂർവമായ ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എങ്ങനെ തിരിച്ചു വന്നു എന്നതാണ് ചോദ്യം. അല്ല, അതൊക്കെ പാർട്ടിയല്ലേ. എല്ലാ രഹസ്യങ്ങളും പറയാനൊക്കെ സ്മൃതി, എല്ലാ രഹസ്യങ്ങളും പറയാനൊക്കത്തില്ലല്ലോ. പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സമരം ചെയ്തോ എന്നാണ്. അതൊരു വാഗ്ദാനമാണെന്ന് കരുതട്ടെ. അല്ല ഇല്ലില്ല, ഞാന് നമ്മളൊരു എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം എന്താ, മറ്റു കഥകളിലേക്ക് കൊണ്ടുപോകാതെ വളരെ കാമ്പുള്ള കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷ സമരമെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? കലന്തല്ലി പൊട്ടിക്കുന്നത് പോലെ വാഹനങ്ങൾ കത്തിക്കുന്നതാണോ പ്രതിപക്ഷ സമരം? അങ്ങനെയൊന്നും വേണ്ട. അല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുന്നും പിന്നും നോക്കാം. പ്രതികരണങ്ങൾ ബൈറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു. ഒരിക്കലും അല്ല. അത് നിങ്ങൾക്ക് തെറ്റായ ധാരണയാണ്. നിങ്ങൾ കാണേണ്ടത് ഞങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഗവൺമെന്റ്, ഇന്ത്യയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് തകർന്നതിന് ശേഷം 11 വർഷക്കാലം പിന്നിടുകയാണ്. ആ 11 വർഷക്കാലം പിന്നിടുന്നതിനിടയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. ഞങ്ങൾ വെറും 44 എംപിമാരിൽ ഒതുങ്ങിയ പാർട്ടിയാണെന്ന്, അത് പിന്നീട് 52 ആയെന്ന്, പിന്നെ അത് 102 ആയെന്ന്. ഞങ്ങളെ വഴിയെ നടക്കുമ്പോൾ ഒരു നീർക്കോലിയെ കണ്ടാൽ കല്ലെറിയുന്നത് പോലെ കല്ലെറിഞ്ഞിരുന്ന പാർട്ടികളെ അടക്കം ചേർത്ത് ഇന്ന് 241 എംപിമാരുള്ള ഒരു മുന്നണിയാക്കി മാറ്റി. ഒരു സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന രാഹുൽ ഗാന്ധി, രാജ്യത്ത് വിവിധയിടങ്ങളിൽ കേസിനെ അഭിമുഖീകരിക്കേണ്ട രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിൽക്കുകയാണ്. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെയും കേരളത്തിലെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഉൾക്കൊള്ളലാണ് ഇപ്പോൾ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ. ഒരു സെക്കൻഡ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് മതി, എനിക്ക് ഒരു മിനിറ്റ് മതി. ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നമ്മൾ മാർക്കിടുന്നത്? ഞങ്ങൾ ചെയ്യുന്ന ആശയ സംവാദങ്ങൾ, ഞങ്ങൾ നടത്തുന്ന ഡിബേറ്റുകൾ, ഞങ്ങൾ നടത്തുന്ന പ്രസംഗങ്ങൾ, ഞങ്ങളുടെ നിയമസഭാ സമ്മേളനങ്ങളിൽ ഞങ്ങളുടെ ജനപ്രതിനിധികൾ എടുക്കുന്ന സമീപനങ്ങൾ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ബൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന ശരികൾ ജനങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ, അതെവിടെയാണ് അളന്ന് തിട്ടപ്പെടുത്തുന്നത്? തീർച്ചയായും ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുപ്പുകളിലാണ്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇവിടെ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബൈ ഇലക്ഷനുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബൈ ഇലക്ഷനുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, രാജ്യത്ത് നടന്നിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ്, എവിടെയും നിങ്ങൾ നോക്ക്. ഞങ്ങൾ മുന്നോട്ടാണെന്നേ, ഞങ്ങൾ പുറകോട്ടല്ല. ഞങ്ങൾ മുന്നോട്ടാണ്. പിന്നെ ഏകപക്ഷീയമായി നമ്മൾ ഒരൊറ്റ വരി കൂടി, ഏകപക്ഷീയമായി നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ 99 എന്ന് പറയുന്ന ഭൂരിപക്ഷം നിങ്ങൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് 99 എന്ന് പറയുന്ന അംഗബലമുള്ള ഇടതുപക്ഷ മുന്നണിക്ക് CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇന്ത്യയിൽ BJP മുൻപ് ഭരിച്ചിരുന്നപ്പോൾ, ഇപ്പോഴല്ല, അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് പോരാട്ടം നടത്താം, സഭയ്ക്കകത്ത് പ്രസംഗിക്കാം, പുറത്ത് സമരം നടത്താം, ഞങ്ങൾക്ക് കോടതി പോകാം, മറ്റ് ഏജൻസികൾക്കെതിരെ ക്യാമ്പയിൻ നടത്താം. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റ പാർട്ടി ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് ഉണ്ടായതിന്റെ അഹങ്കാരമാണ് ഇവിടെ CPM-നും അവിടെ BJP-ക്കും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സമരങ്ങൾ അവർ ഗൗനിച്ചില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷെ ജനങ്ങൾ തിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേദികളിൽ അതിന്റെ ഫലം BJP അനുഭവിക്കും, ഇവിടെ CPM-ഉം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൽകുമാർ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്ന കാര്യം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് CPM എടുത്തിരിക്കുന്ന നിലപാട് മാറ്റമാണ്. ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി ഒരു ഘട്ടത്തിൽ വരുന്നു. അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭങ്ങളിലേക്ക് വരെ പോകുന്നു. പിന്നീട് നേരെ തിരിയുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിലപാട് മാറ്റുകയാണ്. ഭൂരിപക്ഷ വോട്ടാണ് നമ്മുടെ വോട്ട്, ആ വോട്ട് നഷ്ടപ്പെടുന്നു, അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങളോട് പോലും മൗനം പാലിക്കുന്ന സാഹചര്യം. ഇന്നലെ ഇതേ വിഷയത്തിൽ വേറെ രൂപത്തിലുള്ള ചർച്ചയിൽ ഇടത് സഹയാത്രികൻ പറഞ്ഞത്
മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആശങ്കപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ആ മുന്നണിക്കകത്തെ പ്രശ്നമാണ്. അതെങ്ങനെയാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നത്? അപ്പോൾ ആ രൂപത്തിലേക്ക് വിഭജനമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ BJP-യിൽ നിന്നാണോ കേൾക്കുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇടതിൽ നിന്നും വരികയാണ്. അഡ്വക്കേറ്റ് ലാൽകുമാർ. സ്മൃതി, ഇവിടെ 3 പേരും പറഞ്ഞത് ഏതാണ്ട് എനിക്കെതിരാണ്. സ്മൃതിയും ഏതാണ്ട് എനിക്കെതിരായിട്ടുള്ളൊരു പൊസിഷനാണ് എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം പൂർണ്ണമായും ഒഴിച്ചു നിൽക്കും. അല്ലെങ്കിലും നിങ്ങളുടെ ഭാഗം ഒഴിച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാര്യം 3-4 പേര് പറഞ്ഞതിന് മറുപടി പറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ന്യൂനപക്ഷവുമായിട്ട് അവസാനം ചോദിച്ച ചോദ്യത്തിന് തന്നെ മറുപടി പറഞ്ഞു തുടങ്ങാം. ഇടപെടുകയും ചെയ്യരുത് ദയവ് ചെയ്ത്. എനിക്കൊരു വാദമുണ്ട്, അതുകൊണ്ടാണ്. കേരളത്തിൽ ഒരു CPIM നേതാവും ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരാണ് ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഞാൻ കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയേണ്ടത് ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണെന്ന്, ജമാഅത്തെ ഇസ്ലാമി എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നോക്കൂ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പാണക്കാട്ടിൽ നിന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ കണ്ടു. അതെങ്ങനെ അങ്ങനെ വരിക? നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം വേണ്ടേ? നിർബന്ധമായും വേണം. സമാധാനമായി ജീവിക്കണ്ടേ? അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണ്ടേ എന്നുള്ള ചോദ്യത്തിന് വേണം എന്ന് തന്നെയാണ്. അതിന് CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ മുന്നിലിട്ട് ഇറങ്ങി നിൽക്കണം. അതേ സ്ഥാനത്ത് അതൊരു രാഷ്ട്രീയ കക്ഷിയായി മാറുമ്പം RSS സംഘപരിവാർ രാഷ്ട്രീയം പോലെ തന്നെയുള്ള രാഷ്ട്രീയമാണ്. അത് മതരാഷ്ട്രവാദമാണ്. ആ രാഷ്ട്രവാദം എതിർക്കപ്പെടേണ്ടതാണ്. അവർ മുസ്ലിം ലീഗിൽ പിടിമുറുക്കി എന്നുള്ള, മുസ്ലിം ലീഗിനകത്ത് പിടിമുറുക്കി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് ഇടപെടുത്ത ആര് ശബ്ദം കേൾക്കുന്നു. നോക്കൂ, പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ നിന്നാണ് വെൽഫെയർ പാർട്ടികളുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. എവിടെ ശബ്ദം വന്നു, സോറി. പാണക്കാട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാണക്കാട്ടിൽ നിന്നാണ്. അങ്ങനെ പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വിമർശിക്കണം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത്? നോക്കൂ, ഒരു ന്യൂനപക്ഷ വിരുദ്ധം എന്ന് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞ, ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഇടപെട്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പം ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറയുന്നത്. നിങ്ങൾ അവരുടെ പത്രം നോക്കൂ, നിങ്ങൾ അവരുടെ ചാനൽ നോക്കൂ. അവർ പറയുന്നത് മട്ടിനൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ നരഹത്യക്കെതിരെ ഒരു പ്രതികരണവും ആ വാർത്താ ചാനലുകളിലും ഈ പത്രത്തിലും കാണില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുള്ളത് കൊണ്ട് അതിനെ പറയുമ്പം അത് അങ്ങനെയുള്ള ആൾക്കാർ പിടിമുറുക്കാൻ നിപ്പിംഗ് ഫ്രം ദ ബഡ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു കാര്യം പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ എങ്ങനെയാണ് CPM-ന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് എങ്ങനെ വോട്ട് ചെയ്യുന്നത്? അവിടെയൊക്കെയാണല്ലോ കൂടുതൽ മുസ്ലിംസ് ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞ് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ വാദങ്ങളെ ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധ വാദമാണെന്ന് വ്യക്തമായി പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓഡിയോ കേൾക്കുകയാണ്. അതിനകത്തൊരു പറയുന്ന ഒരു ഉമ്മയൊക്കെ ചെന്ന് പറയാണ് നമ്മുടെ പള്ളി വിളിക്കാൻ വരുന്നു. ഇതും ഈ സംഭവം നടന്ന സ്ഥലമാണ്, മലപ്പുറത്ത് നടന്നതാണ് ഈ കാര്യം. നമ്മുടെ പള്ളി പൊളിക്കാൻ വരുന്നു. ആരാണ് പൊളിക്കാൻ വരുന്നത്? നമ്മളാ. അങ്ങനെയുള്ള ദുഷ്പ്രചരണം ഈ നാട്ടിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ദുഷ്പ്രചരണം നടന്നിട്ടുണ്ട്. ആരാണ് ഇവിടെ പള്ളി പൊളിക്കാൻ പോയത്? അപ്പൊ വോട്ട് പിടിച്ചത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ളത് UDF-ന്റെ വാദമാണ്. അതിന് പുറകെ നമ്മൾ ആരും പോകണ്ട, സ്മൃതി പോലും പോകേണ്ട കാര്യമില്ല. അങ്ങനെ പോകുന്നത് തെറ്റാണ്. കാര്യം ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് CPM-ന്റെ ഏത് നേതാവാണ് പറഞ്ഞത്? പിന്നെ അടുത്ത് വന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാത്തിന്റെ പുറകെ CPM പോകുന്നില്ല. വെള്ളാപ്പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ലാൽകുമാർ ഈ അങ്ങ് പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ആവർത്തിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പിടിച്ച് ലീഗിലേക്ക് പോകുന്നത് എത്ര വളഞ്ഞ ബുദ്ധിമുട്ടിയാണ്. ലീഗ് പാണക്കാട് വെച്ചിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം? അവരങ്ങ് തീരുമാനിച്ചോട്ടെ, അല്ല എന്താ പ്രശ്നം വരിക? ലീഗ് പാണക്കാട് വെച്ച് അല്ല, മനസ്സിലായില്ല. UDF മൊത്തം ലീഗ് പാണക്കാട് നിക്ക് സ്മൃതി, ഞാൻ പറയട്ടെ സ്മൃതിയുടെ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. ലീഗ് പാണക്കാട് വെച്ച് നിശ്ചയിച്ച ഏത് സ്ഥാനാർത്ഥിയാ? വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാ. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞത് ലീഗ് പാണക്കാട് വെച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനെ കുറിച്ച് അല്ല പറഞ്ഞത്. ചീട്ട് എഴുതി കൊടുത്തതിന്, തങ്ങൾ എഴുതി കൊടുത്ത ചീട്ടിനകത്ത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതറിയാമോ സ്മൃതിക്ക്? അങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതെങ്ങനെ വിശദീകരിക്കുന്നത്? നമ്മള് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. 20, 30, 50, 100 സീറ്റ് UDF-നകത്ത് അവർ ചോദിക്കട്ടെ, പ്രശ്നമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ പ്രഖ്യാപിച്ചതിന്റെ കൂട്ടത്തിൽ
പാണക്കാട് തങ്ങളുടെ കൂടുതൽ വെൽഫെയർ പാർട്ടിയുടെ ചാനൽ ആൾക്കാരോട് ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ വിശദീകരിക്കുന്നേ? അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചെങ്ങാത്തം എന്ന് പറയുന്നത്. അതിനെ വിമർശിക്കുകയല്ല. പിന്നെ അങ്ങനെ അത്രത്തോളം അടുത്ത ചെങ്ങാത്തം വന്ന കാര്യം ഇതിനു മുമ്പുള്ള വിമർശനം അതാണ്. ലീഗ് എന്ന് പറയുന്ന സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനം നടത്തുന്നുവെന്ന് CPM ആദ്യം വെക്കുമ്പം ആദ്യം വെച്ചു. ആ വാദത്തിന്റെ ഫ്രൂഷനാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ മെറ്റീരിയൽ റിഫ്ലക്ഷനാണ് ഈ പറയുന്ന തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ നേരത്തെ പറഞ്ഞ വാദം ശരിയാണെന്നുള്ളേ അതുവഴി വരിക. അതിനെ പറയുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിങ്ങളെല്ലാം കൊല്ലാൻ വരികയാണ്, മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന വാദം വെക്കാൻ UDF കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് അത് ശരിയാണെന്ന് വിചാരിക്കരുത്, അത് ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ അതുകൊണ്ട് സ്മൃതിയോട് ചോദിച്ചത്, ഏത് CPIM നേതാവാണ് ഒരു മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് ഈ സംസ്ഥാനത്ത് പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. UDF എന്ത് വാദം പറഞ്ഞു? വേറൊരാൾക്ക് ഞാൻ വഴങ്ങാൻ തയ്യാറല്ല. വേറൊരാൾക്ക് ഞാൻ വഴങ്ങാൻ തയ്യാറല്ല. അങ്ങ് വെള്ളാപ്പള്ളി കൂടെ പറയൂ. എന്തോ അങ്ങ് വെള്ളാപ്പള്ളി കൂടി പറയൂ. അങ്ങ് പറഞ്ഞതിൽ UDF വോട്ട് ചോദിച്ചത് മുഴുവൻ നിങ്ങളുടെ ന്യൂനപക്ഷ വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിയിട്ടാണോ? അങ്ങനെയാണോ അങ്ങ് പറയുന്നത്? അതിനും മറുപടി പറയണം. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞോളൂ. ഒന്ന് അനിൽ ബോസിന് ഞാൻ വഴങ്ങുന്നില്ല. ആദ്യം അനിൽ ബോസ് ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞ് ഞാൻ വഴങ്ങുന്നില്ല. അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി. ഞാൻ 2 പ്രാവശ്യം പ്രസംഗം നടത്തി. ഞാൻ അതിന് വഴങ്ങുന്നില്ല. ഞാൻ പറഞ്ഞെന്താ, വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ രാവിലെ തൊട്ട് ഉച്ചയ്ക്കും വൈകുന്നേരം പറയാന്നിരിക്കട്ടെ. അതിനെല്ലാം CPM കമ്മ്യൂണിറ്റി ഇറക്കാൻ പോവാ, പറയേണ്ട ഒരാവശ്യമില്ല. അതാണ് CPIM എന്ന് പറയുന്ന കേക്ക്. സ്മൃതി വെപ്രാളപ്പെടാതെ ഞാൻ പറയാം. CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു നയമുണ്ട്. അത് നാളെ CPIM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരാൾ പറഞ്ഞാൽ അത് തന്നെയാണ് നയം. അതിന് മാറ്റമുണ്ടോ? CPM സംസ്ഥാന കമ്മിറ്റി ഒരാൾ പറയും. ഒരു ഉദാഹരണം നിങ്ങൾ എടുക്കുക, വെള്ളാപ്പള്ളി അങ്ങോട്ട് CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ള ഒരാൾ വർഗീയ പരാമർശം നടത്തി. അത് വർഗീയ പരാമർശമാണെന്നുള്ളത് തന്നെയാണ് CPM നയം. അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ആളാണ്. അങ്ങനെ അദ്ദേഹം പലതും പറയും. ഓരോ ദിവസം ഇദ്ദേഹത്തിന്റെ പുറകെ വിസിൽ കൊണ്ട് നടക്കാൻ പോകണോ? അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. മറുപടി പറയാനായിട്ടുള്ള ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് സ്മൃതി ഞാൻ പറയുന്നേട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. വെള്ളാപ്പള്ളിക്കെതിരെ മറുപടി പറഞ്ഞ കോൺഗ്രസ്സുകാരാരാ? കഴിഞ്ഞ ദിവസം വരെ കേരളത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ലീഗാണ്. കോൺഗ്രസ്സുകാരും മറുപടി പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്മൃതി? കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്ന ഒരു ക്രിമിനൽ സൈലൻസ് ആണ്. നിങ്ങൾ CPM അട്രിബ്യൂട്ട് ചെയ്യുന്ന അതേ കാര്യം ഞാൻ തിരിച്ച് അട്രിബ്യൂട്ട് ചെയ്യാണ്. കോൺഗ്രസ്സുകാർ ഒറ്റൊരാൾ വേണ്ടിയിട്ടില്ല, ലീഗുകാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന കാര്യം VD സതീശൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. വേറെ രമേശ് ചെന്നിത്തല പറയത്തില്ല, ഈ KPCC പ്രസിഡന്റ് പറയത്തില്ല, ആരും മിണ്ടത്തില്ല. പക്ഷെ അതിന്റെ അധിക ബാധ്യത CPM കൊണ്ട് കൊടുക്കുക. അതങ്ങനെ നോക്കുന്നേ? വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ തള്ളി ലീഗിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട്. എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം നിങ്ങൾ പറയും? ഞാൻ പറയത്തില്ലെന്ന്. കാര്യം ഈ രാഷ്ട്രീയം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിലോട്ട് വരുന്ന ഒറ്റ കോൺഗ്രസ് നേതാവും പറയത്തില്ല. ഈ പറഞ്ഞ വടക്കോട്ടുള്ള കോൺഗ്രസ് ഇപ്പൊ സിദ്ദിഖോ അങ്ങനെയുള്ള മേലോട്ടുള്ള ആൾക്കാർ പറയും വടക്കോട്ട് SNDP യോഗത്തിനോ അവരുടെ വോട്ട് ബാങ്കിന് വലിയ പ്രസക്തി ഇല്ലെന്നുള്ളത് കൊണ്ട് അവിടെ മിണ്ടും, ഇവിടെ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടുള്ള ആൾക്കാർ ആരാ മിണ്ടുന്നേ? അടൂർ പ്രകാശ് SNDP യോഗത്തിനെ തള്ളിയെന്ന് പറഞ്ഞേ. ഇങ്ങോട്ടുള്ള അനിൽ ബോസ് അടൂർ പ്രകാശ് SNDP യോഗത്തിനെ ആളെ തള്ളിയിട്ടുണ്ടോ? അടൂർ പ്രകാശ് UDF കൺവീനർ അല്ലേ? അനിൽ ബോസ് മറുപടി പറയുക. അങ്ങോട്ട് നേരിട്ടുള്ള ചോദ്യമായതുകൊണ്ട് വടക്ക് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കും, തെക്കോട്ടേക്ക് നിങ്ങൾ മിണ്ടില്ല, അതിനുള്ള ധൈര്യമില്ല എന്നാണ് പറയുന്നത്. മറുപടിയുണ്ടോ? ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയോ നിലപാടെടുത്തിട്ടുള്ള സന്ദർഭത്തിൽ ഞങ്ങളുടെ ഓരോ നേതാക്കളും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീ VM സുധീരനാകട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ, ശ്രീ K സുധാകരനാകട്ടെ, ശ്രീ VD സതീശനാവട്ടെ, രമേശ് ചെന്നിത്തല അടക്കം മുഴുവൻ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടോ എന്നതാണ് ലാൽകുമാറിന്റെ ചോദ്യം. ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കില്ല. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ മൗനം പാലിക്കും. കാര്യം എന്താ? അദ്ദേഹത്തെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPM പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ വായിലൂടെ വരുമ്പോൾ ഒന്നാം നമ്പറിൽ എന്ന് കയറിയോ, ഒന്നാം നമ്പർ കാറിൽ എന്ന് കയറിയോ, അയ്യപ്പ സംഘവുമായി എന്ന് പമ്പയിൽ ചെന്നോ, അന്ന് മുതൽ ഇങ്ങോട്ട് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത് CPM ആണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരിത് തുടരണം. CPM ഈ നയം തുടരണം. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മാത്രമല്ല,
അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെ ഇവർക്ക് കിട്ടുമോ അവരെ കൊണ്ട് മുഴുവൻ ഇതിവർ ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എവിടെങ്കിലും ഞങ്ങൾ ഉണ്ട് എങ്കിൽ മിണ്ടാതിരിക്കുന്നത്. ഒന്ന്, ഇനി ഇവിടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച്, ലീഗിന്റെ വീട്ടിൽ പോയി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ ലാൽകുമാർ എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം അറിയുന്നില്ലെങ്കിൽ അറിയാൻ ഞാൻ പറയുകയാണ്. കോട്ടക്കൽ ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക്, UDF-നെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഓരോ വോട്ടാണ് ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ. അത് ആ സ്ഥാനാർത്ഥിയല്ല ചെയ്തത്, മറ്റൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്. രണ്ട്, കുന്തിപ്പുഴയിൽ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഓരോ വോട്ട്, മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. അവിടുത്തെ LC മെമ്പർ ഖനീഫ താനാണ് വോട്ട് ചെയ്തത്, ആ ഒരു വോട്ട് എന്ന് പറയുന്നു. അവിടെ ജയിച്ചത് ലീഗാണ്. എന്തുകൊണ്ട് വളരെ കൃത്യമായ വാദം. എന്തുകൊണ്ട് CPM-ന്റെ ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് കുന്തിപ്പുഴ വാർഡിൽ ഓരോ വോട്ട് മാത്രമായി പോയി? അവിടെ ജയിച്ചത് ലീഗിന്റെ അബ്ദു ആണ്. 312 വോട്ട് കിട്ടി. 312 വോട്ട് നേടി ജയിച്ചത് മുസ്ലിം ലീഗിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ എന്തുകൊണ്ട് CPM-ന് ഓരോ വോട്ട് കിട്ടി? ബാക്കി വോട്ട് നിങ്ങൾ ആർക്ക് ചെയ്തു? നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ ചെയ്തവരാന്നേ. നിങ്ങൾ കോട്ടക്കലും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരാ. എന്നിട്ട് ഇവിടെ വന്ന് പറയാണ് ലീഗാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിനൊക്കെ അവർക്ക് വേറെ സംഘടനാ സംവിധാനം ഉണ്ടെന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ എനിക്ക് വഴങ്ങിയില്ലല്ലോ, നിങ്ങൾ എനിക്ക് വഴങ്ങിയില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നത്? ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞപ്പോ വളരെ കൃത്യമായിട്ട് തന്നെയാ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാൽകുമാർ ന്യായീകരിക്കുന്ന പാർട്ടിയെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞങ്ങൾക്ക് പിണറായി വിജയനെ പരാജയപ്പെടുത്തണം, CPM-നെ പരാജയപ്പെടുത്തണം എന്ന ഒറ്റ അജണ്ട ഞങ്ങൾ എടുത്താൽ മതി. ഞങ്ങൾ BJP-യെ കൂടിയാണ് പരാജയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൂട്ടുകെട്ടിനെയാണ്, PM ശ്രീ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളെയുമാണ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കേസുകളിൽ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളെയുമാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ പിണറായി വിജയനെ എതിർത്താൽ, CPM-നെ എതിർത്താൽ അത് മതി. ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾ രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിന് ഉത്തരവില്ല. വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയതിനോ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ CPM പിന്തുണച്ചതിനോ ഉത്തരവില്ല. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ എവിടെ വെച്ച് നിശ്ചയിച്ചു എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പാണക്കാട് വെച്ച്. പാണക്കാട് വെച്ച് നിശ്ചയിച്ചു എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. യുഡിഎഫിന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സ്ഥലത്ത് ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഓരോ വോട്ടായി പോയി? ആ സ്ഥാനാർത്ഥിയുടെയോ നിർദ്ദേശിച്ചയാളുടെയോ പിന്തുണച്ചയാളുടെ വോട്ട് പോലും കിട്ടിയില്ല. അതാണ് ചോദ്യം. നിങ്ങൾ ഉണ്ടാക്കിയതാണ് വർഗീയ ശക്തികളുമായിട്ടുള്ള ധാരണ. മറുപടി പറയുന്നതിന് മുമ്പ് ലാൽ ഇതൂടെ അല്ലല്ല ഒരു സെക്കൻഡ് പെട്ടെന്ന് മറുപടി ഇതൂടെ കേട്ടോ. അല്ല ഇത് കേട്ടോ ലാൽകുമാറിനുള്ള മറുപടി കേട്ടോ. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. ഇത് ഞങ്ങളുടെ തുറന്ന സമീപനം. അവസാനം അഡീഷണൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ ഒക്കത്തില്ല. പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവരെ ഇത് കേക്ക് പിണറായി വിജയൻ പറയുന്നുണ്ട്. കേക്ക് ഇതൊക്കെ കേട്ട് മടുത്ത കാര്യം പറയാനുണ്ട്. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ്. കേട്ടുമടുത്ത മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്യാണ് RSS-ഉമായിട്ട് ഞങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് ചീഫ് മിനിസ്റ്റർ പറയാണ്. വെച്ചിട്ടില്ല ചില സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞാണ്. ലാൽകുമാർ ഇതിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? RSS-ന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പറയട്ടെ സ്മൃതി, ഇങ്ങനെ പറഞ്ഞ നോക്കത്തില്ലോ. എനിക്ക് പറയാനുള്ള മറുപടി വേണം. വേഗം പറയുന്നേ. അനുഭവം ഉണ്ടായിരിക്കും പറയും. ലീഗ് പാണക്കാട് വെച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്ന പോലാണോ വോട്ട് ചെയ്യുന്നത്? പാണക്കാട്ട് വെച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പോലെയാണോ ഒരാളുടെ വോട്ട്? സ്മൃതി നാളെ വോട്ട് ചെയ്യുന്നു. നമുക്ക് ചർച്ച തുടരുമെന്നാക്കി അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. മറുപടി പറയണ്ടേ? പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞല്ലോ. ഇനി സമയമില്ലാത്തോണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ലാൽകുമാർ. മറുപടി വേറെ ഉണ്ട്. കുഴപ്പമില്ല. ശരി, അടുത്ത ദിവസം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.